പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 4 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവമാറ്റങ്ങളെ അതിൻ്റെ വ്യതിചലങ്ങളെ നിയന്ത്രിക്കുകയും കരുത്തു പോകുന്നവനെ, കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, അതെന്നെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമ്പന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ,
തളർവാരോഗ്യം സുഖപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവേ, നിൻ്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാവരും രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവർ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരിപഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നെ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുമാമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്നലെ കണ്ട വചനത്തിൻ്റെ ഒരു ബി പാർട്ട് നമ്മളിന്ന് കാണുകയാണ്. ഇന്നലെ കണ്ടത് അതേപോലെ ആവർത്തിക്കുന്നില്ല, വചനം അതാണ്, പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. ഐസയ്യാ 43:4 എടുത്ത്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഇത് ഇന്നലെ നമ്മൾ വായിച്ചതാണ്. അപ്പം അതിൻ്റെ അത് ഇന്നലെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് വിലപ്പെട്ടവൻ എന്നുള്ളതാണ്. വിലപ്പെട്ട 2 തരമുണ്ട്. ദൈവം യേശുക്രിസ്തുവിനെ പ്രതി നമ്മളെ വിലയുള്ളവരെ കണ്ടു. രണ്ടാമത്തത്, നമ്മൾ തന്നെ അഗ്നിപരീക്ഷ അതിജീവിക്കുന്ന വിലയേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളാകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുന്നത്. ഇന്ന് പറയണത് അതല്ല. അതിൻ്റെ രണ്ടാമത്തെ വാക്കുണ്ട്. എന്താ പറയണത്? നിനക്ക് വിലപ്പെട്ടവനും ബഹുമാന്യതിനുമാണെന്ന്. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പുസ്തകം മനുസ്മൃതി. അപ്പോൾ മനുസ്മൃതി എഴുതിയപ്പോൾ ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കണത്. അത് ബ്രഹ്മാവിൻ്റെ തലേന്ന് ജനിച്ച ആൾക്കാർ ബ്രാഹ്മണന്മാർ, നെഞ്ചിൽ നിന്ന് ജനിച്ച ആൾക്കാർ ക്ഷത്രിയന്മാർ, തൊടിയിൽ ജനിച്ച ആൾക്കാർ വൈശ്യന്മാർ, കാൽപാദത്തിൽ ജനിച്ച ആൾക്കാർ ശൂദ്രന്മാർ. അപ്പോൾ ഇങ്ങനെ ഒരു ഘടന ഉണ്ടാക്കി വെച്ചപ്പോൾ അതിബഹുമാനാരായി? ബ്രാഹ്മണനായി. മനുസ്മൃതി എഴുതിയതാരാണ്? ബ്രാഹ്മണനാണ്. അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ സ്വയംകൃത ചരിത്രം എന്ന് പറഞ്ഞ പോലെ സ്വയംകൃത ബഹുമാന്യത്തിന് ഒരു മനുസ്മൃതി തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. മനു ഒരു സ്മൃതി എഴുതി വച്ചിരിക്കുകയാണ്, ഒരു റിട്ടേൺ ട്രഡീഷൻ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ സ്മൃതിക്ക് ഓറൽ ട്രഡീഷൻ എന്നാണ് ശരിക്കും പറഞ്ഞ പേര്. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്ത ആൾക്കാർ മനു തന്നെ ഒരാൾ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും സ്മൃതിയുമുണ്ട്, ശ്രുതിയുണ്ട്, പറഞ്ഞ് കേൾക്കണമുണ്ട്, പിന്നെ എഴുതി വച്ചിരിക്കണതുണ്ട്. അപ്പോൾ എഴുതി വച്ചിരിക്കുന്ന സംഭവം തന്നെയാണിത്. അപ്പോൾ എഴുതി വയ്ക്കുന്നതിന് പിന്നിലുള്ള എന്താ സത്യം എന്താണ്? ചിലർക്ക് ഇവിടെ ബഹുമാനം മറ്റുള്ളവരെക്കാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യ മനസ്സ് തന്നെയാണ്. മനുസ്മൃതിയിൽ അയാളുടെ രീതിയിൽ ബ്രാഹ്മണരെ ഒന്ന് ഉയർത്തിക്കെട്ടി ബ്രാഹ്മണർ ആണ് ഇവിടുത്തെ ബഹുമാനം അർഹിക്കുന്ന ആൾ എന്ന് കാണിച്ചതേ ഉള്ളൂ ഇന്ത്യയിൽ. അതിപ്പോൾ എത്ര വിപ്ലവങ്ങളൊക്കെ കഴിഞ്ഞാലും ഇപ്പോഴും അത് തന്നെയല്ലേ ഇന്ത്യയുടെ അവസ്ഥ. അതിന് മാറ്റമൊന്നുമില്ല. അത് ആൾക്കാരുടെ ബ്ലഡിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ ബ്ലഡിൽ കിടക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മനുഷ്യൻ സ്വയാർജിതമായിട്ടുണ്ടാക്കുന്ന ബഹുമാനത്തിൻ്റെ സങ്കല്പങ്ങൾ അത് അവൻ്റെ ഒരു സൈക്കോളജിക്കൽ നീഡാണ്, മാനസികമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയൊന്നുമല്ല, പലതിനും ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ സത്യസന്ധമായിട്ട് ഓരോ ശ്രമങ്ങളിലും നടത്തും. ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയെങ്കിലും അവർക്കൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവർ. അതെ, മറ്റൊരു തൊപ്പി അവരെ ആദരിക്കുന്ന ദിവസം അവർക്ക് ഒരു തൊപ്പിയും ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും. അത് മനുഷ്യൻ എസ്റ്റീം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു മാനസിക ആവശ്യമാണ്. അത് അവന് കൊടുക്കുന്ന അംഗീകാരമാണ് ശരിക്കും. അതിൻ്റെ അകത്ത് കിട്ടുന്നൊരു ബഹുമാനമുണ്ട്, വിലയുണ്ട്. അത് ലോകം നമുക്ക് നൽകുന്നൊരു വിലയാണ്.
എന്തുമാത്രം നിലനിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ബൈബിള് പറയണ എപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന ബഹുമാനം ദൈവത്തിൽ നിന്ന് മേടിക്കാവുന്നതാണ്. സോഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ബഹുമാനത്തിൻ്റെ വരുമാനം ആർജിക്കുന്നതിനേക്കാളുപരി ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഒരു ബഹുമാനം, നീ എനിക്ക് ബഹുമാനനാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? യേശുക്രിസ്തുവിൽ ബഹുമാനനാണ്, പക്ഷേ അതേസമയം തന്നെ നമ്മൾക്ക് ദൈവദൃശ്യന് ബഹുമാനമുള്ള വ്യക്തികളായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമ്മൾ ബഹുമാനമുള്ള വ്യക്തികളായി മാറണത്? അതാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞ അതിൻ്റെ വഴിയാണ് ഭയങ്കര രസമുള്ള വഴി. എന്താണ്? പുത്രനെ സ്നേഹിക്കുന്നവരെ പിതാവ് മാനിക്കും. യോഹന്നാൻ 12:26. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എവിടുന്നാണ് ഈ ബഹുമാനം വരണത്? യേശുക്രിസ്തുവിൽ ദൈവം പ്രഖ്യാപിച്ച ഒരു ജനറ്റിക്കലായിട്ട് ഉള്ള നമ്മൾ സൃഷ്ടിപരമായി ദൈവം യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച കാരണം ദൈവത്തിന് നമ്മുടെ ബഹുമാനമുണ്ട്. പുത്രനിലൂടെ കിട്ടുന്ന ബഹുമാനമാണ്. പക്ഷേ നമ്മൾക്ക് സ്വയാർജിതമായി ദൈവത്തിന് ബഹുമാനിതരാകാം. അതെങ്ങനെയാകണത്? എന്നെ ശുശ്രൂഷി 12:20 യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതാണ് ബഹുമാനം. അപ്പം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ബഹുമാനിതനാണെന്ന് പറയുമ്പോഴേ ആ ദൈവം ബഹുമാനിക്കുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. എപ്പോഴാണ്? എന്നെ ശുശ്രൂഷിക്കുന്നതിനെ പിതാവ് ബഹുമാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജോൺസൺ ജോസഫ് നല്ലൊരു സാക്ഷ്യമാണ്. അയാൾ ഒരു കമ്പിളി ചാലഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഡൽഹി തണുത്ത് വിറച്ചൊരു ദിവസം പാവപ്പെട്ടവർ കമ്പിളി മേടിക്കാൻ കാശില്ലാത്തൊരു തണുത്ത് വിറച്ച് മരണതുല്യമായ അവസ്ഥയാണ്. അപ്പോൾ അത് കണ്ട് മനസ്സലിഞ്ഞ് കുറേ മനുഷ്യർ കമ്പിളി ചാലഞ്ച് ഉണ്ടാക്കി. ഇങ്ങനെ വിറച്ച് തല്ലി പൈസ മേടിക്കുക, കമ്പിളി മേടിക്കാൻ കാശില്ലാത്തവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പദ്ധതി ജോസഫ് ജോൺ കേട്ടപ്പോൾ അയാൾ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് കമ്പിളി ചാലഞ്ച് ഞാനുണ്ട്, 5-6 കമ്പിളി ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അയാൾ കമ്പിളി വാങ്ങിച്ചു കൊടുത്തു. വലിയൊരു ഇതാണ് കാര്യം. ഒരു കമ്പിളി പോയിട്ടൊരു മുണ്ട് പഠിക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോഴെന്നാ വിഷയം എന്ന് വെച്ചാൽ അയാൾ വാങ്ങിച്ച ദിവസം അന്ന് രാത്രി അയാളുടെ സ്വപ്നം കണ്ട്. എന്താണ്? ഒരു ഭയങ്കര ഒരു നിലയുള്ള ഒരു ബിൽഡിങ്, അതിൽ ലിഫ്റ്റിൽ ഇയാൾ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ സ്വപ്നമാണ്. പക്ഷേ പിറ്റേ ആഴ്ചയിൽ ഇയാൾ സ്വപ്നത്തിൽ കണ്ട അതേ കമ്പനിയിൽ ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതേ ലിഫ്റ്റിൽ പോയി ഇയാൾക്ക് ജോലിക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്ന് ദൈവം അയാളെ ബഹുമാനിച്ച് അനുസരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. അപ്പോൾ ഈ ഉടമ്പടിയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ശുശ്രൂഷ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആതുരാലയത്തിൽ പോകണം അല്ലേ? ചിലക്കര് അമ്മേനെ ആശുപത്രിയിൽ പോയി കണ്ടല്ലേ വീട്ടിൽ വരുമ്പോൾ കാണും. അങ്ങനെ ദൈവത്തിനെ കണ്ടി പൊടിയിടും. അവർക്ക് ബഹുമാനം വരെ കിട്ടാൻ പോകണം. അവർക്ക് കിട്ടാൻ പോകണ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം ഇകഴ്ത്തു എന്നൊക്കെ സംശയം. ദൈവത്തിനെ കണ്ടി പൊടിയിടുകയാണ്. നിങ്ങളെ ചെയ്തെന്ന് കാണിക്കും. അങ്ങനെയല്ല. ഈ മനുഷ്യൻ ഒരു ബന്ധവും സ്വന്തവും അല്ലാത്ത വിറച്ച തല്ലി എവിടെയോ മരണത്തോട് മല്ലിടുന്നൊരു മനുഷ്യർക്ക് വേണ്ടി അയാൾ ഇവിടെ അറിയത്ത് പോലും ഇല്ല. അവർ ഏജൻസിക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് പണം കൊടുക്കാനാണ്. ദൈവത്തെ അയാൾ ബഹുമാനിച്ചു ശുശ്രൂഷയിലൂടെ. അപ്പം ദൈവം അയാളെ ബഹുമാനിക്കുകയാണ്. ദൈവം ബഹുമാനിച്ചാൽ നമ്മൾ ബഹുമാനിക്കണ പോലൊന്നുമല്ല. 6 കമ്പിളിപ്പുറപ്പൊന്നുമല്ല. ഒരു 6 ലക്ഷം കമ്പിളിപ്പുറപ്പിൻ്റെ ശമ്പളമായിട്ടാണ് അയാൾ അപ്പോയിൻ്റ് ചെയ്യണത്. അതാണ് വിഷയം. നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കാം. അപ്പം ദൈവത്തിൽ നിന്ന് ശുശ്രൂഷ എന്ന് പറയണത് ഈ ഐസിയായിൽ പറഞ്ഞതുപോലെ നീ എനിക്ക് ബഹുമാനിതനാണ്. കാര്യം നമുക്ക് തന്നെ ദൈവത്തിരുസേനയിൽ ബഹുമാനിയുള്ള വ്യക്തികളായിട്ട് ശുശ്രൂഷ ചെയ്ത് വളരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ ദൈവത്തെ ബഹുമാനിക്കുകയാണെന്നുള്ള കൂടി ഓർമ്മ ഉണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.